ക്രിസ്മസ് ആശംസകളോടെ വളരെ പ്രധാനപ്പെട്ട ആശാവഹമായ ഒരു കാര്യം അറിയിക്കാനുള്ളത്, അബുദാബി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അടുത്താരംഭിച്ച 530 ദിർഹം മാത്രം ചെലവഴിച്ചെടുക്കാവുന്ന ഒരു ഫ്രീലാൻസ് ട്രേഡ് ലൈസൻസ് അതുപയോഗിച്ച് വേണ്ടി വന്നാൽ സ്വന്തം വിസയും വേണ്ടി വന്നാൽ കുടുംബ വിസയും എടുക്കാൻ പറ്റുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഇന്ത്യക്കാരായ നിരവധി പ്രതിഭകൾ, ഏതെങ്കിലും മേഖലയിൽ കൺസൾട്ടൻസി ചെയ്യാൻ കെൽപ്പുള്ളവർ, ഏതെങ്കിലും രംഗത്ത് പ്രാവീണ്യം തെളിയിച്ചവർ, വൈദഗ്ധ്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്നവർ ഒക്കെ അബുദാബിയുടെ ഈ ഫ്രീലാൻസ് ലൈസൻസ് എടുക്കുകയാണ്, ഉപയോഗപ്പെടുത്തുകയാണ്. അത് അവർക്ക് അനുഗ്രഹമായി മാറുകയാണ്. 2 വർഷത്തേക്കുള്ള ലൈസൻസിന്റെ ഫീസാണ് 530 ദിർഹംസ്. നിങ്ങളൊരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിസ വേറെ വേണ്ട എന്നുണ്ടെങ്കിൽ NOC വേണം എന്ന കാര്യം അറിഞ്ഞിരിക്കണം എംപ്ലോയറുടെ ഭാഗത്തു നിന്ന്. അതല്ല, നിങ്ങൾ റെസിഡന്റ് ആണ്, ഇവിടെയുള്ള ആളല്ല എങ്കിൽ പോലും, നിങ്ങൾ വിസിറ്റ് വിസയിൽ എത്തിയ ആളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ പറ്റും ഫ്രീലാൻസ് എന്നാണ് അബുദാബി പറയുന്നത്. അതുകൊണ്ട് ഈ നമ്പർ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി ഷെയർ ചെയ്ത് വെച്ചോളൂ, അതിനുവേണ്ടി കുറിച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചോളൂ. 02 ഇന്നിപ്പോ രാത്രി വിളിച്ചാൽ കിട്ടില്ല, 815-8888. നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചു, അന്ന് ആളുകൾക്ക് ഒരുപാട് സംശയമുണ്ടായിരുന്നു. പക്ഷേ നിരവധി പേർ ഈ ഫ്രീലാൻസ് ലൈസൻസ് എടുത്ത്, അതിനുമുമ്പ് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള വെബ്സൈറ്റും സൂചിപ്പിക്കാം, adbc.gov.ae. അതിലേക്ക് പോയിട്ട് രജിസ്റ്റർ ചെയ്യൂ. എന്നിട്ട് കൊമേഴ്ഷ്യൽ ഫ്രീലാൻസ് ലൈസൻസ് അണ്ടർ കൊമേഴ്ഷ്യൽ ലൈസൻസ് കാറ്റഗറി അതിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാം. 530 ദിർഹമാണ്. ഓഫീസ് വേണ്ട, കാറിലിരുന്നോ വീട്ടിലിരുന്നോ ഒക്കെ ജോലി ചെയ്യാം. ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു 19ഓളം കാറ്റഗറി ഉണ്ട്. ഒരു ഫോട്ടോഗ്രാഫർ ആണോ, അല്ലെങ്കിൽ ഒരു ഈവന്റ് നടത്താൻ കപ്പാസിറ്റി ഉള്ള ആളാണോ, കൺസൾട്ടന്റ് ആണോ, മിക്കവാറുമുള്ള കൺസൾട്ടൻസി എല്ലാം ഇതിൽ വന്നു ചേരും. വ്യക്തിപരമായി നിങ്ങൾക്ക് സ്കില്ലുണ്ട്, നിങ്ങളുടെ ഒരു ബന്ധുവിന്, സുഹൃത്തിന് ഒക്കെ വ്യക്തിപരമായി ഏതെങ്കിലും മേഖലയിൽ വൈദഗ്ധ്യമുണ്ടെങ്കിൽ തെളിയിക്കാൻ പറ്റിയ കടലാസുകൾ സഹിതം പോയാൽ അബുദാബി നൽകുന്നുണ്ട്. അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, അതിന് എളുപ്പത്തിൽ പറയാൻ പറ്റിയ പേര് ADD എന്നാണ്, ADDED. ആ ഡിപ്പാർട്ട്മെന്റ് ആണത് നൽകുന്നത്. പ്രയോജനപ്പെടുത്തുക ഒരു NOCയോടുകൂടി. എയർ ഇന്ത്യ എക്സ്പ്രസ് നാളെ എല്ലാ ഫ്ലൈറ്റുകളും, ദുബായിൽ നിന്ന് പുറപ്പെടുന്ന മിക്കവാറും എല്ലാ ഫ്ലൈറ്റുകളും ഷാർജയിലേക്കും റാസൽ ഖൈമയിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട് എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് കൊച്ചി, കണ്ണൂർ, ചെന്നൈ, ജയ്പൂർ, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകൾ ഏതായാലും ഷാർജയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരുപാട് ഊഹാപോഹങ്ങൾ, റൂമറുകൾ ഉണ്ടായി വന്നൊരു വിഷയമാണ്. ദുബായിൽ നിന്ന് ഫ്ലൈറ്റുകൾ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എത്ര സന്ദേശങ്ങളാണ് വരുന്നത്. അങ്ങനെയല്ല. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ടുള്ള എയർ ബബിൾ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടുള്ള ചില ഫ്ലൈറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സീറ്റുകളുടെയോ ഫ്ലൈറ്റുകളുടെ എണ്ണത്തിലോ വന്നിരിക്കുന്ന നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ടെക്നിക്കൽ ഓപ്പറേഷൻ കാരണങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദുബായ് ഫ്ലൈറ്റുകൾ വന്നിറങ്ങുന്നതും പോകുന്നതും, പ്രത്യേകിച്ച് ഇന്ത്യൻ ഫ്ലൈറ്റുകൾ, എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള, ഇൻഡിഗോ അടക്കമുള്ള ഫ്ലൈറ്റുകൾക്ക് ഇങ്ങനെ ഒരു സ്ഥാന ചലനം വന്നിരിക്കുന്നത് എന്ന കാര്യം മാത്രം അതാത് ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് അക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കും സമയവരത്തിലേക്കും കടക്കുന്നില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിലൊക്കെ ടിക്കറ്റ് എടുത്തവർ ഇക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രിസ്മസ് തലേ രാത്രിയാണെന്ന് UAEയുടെ ഭരണാധികാരികൾ എല്ലാ ആളുകൾക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നിട്ടുണ്ട്. മലയാളി ചർച്ചുകളിൽ ഇപ്പോൾ രാത്രി പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. നേരത്തെയൊക്കെ പാതിരാത്രിയും കഴിഞ്ഞ് പ്രാർത്ഥനയുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ 10-10:30 വരെ എന്നാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഷാർജയിൽ ഇക്കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലോകം ദുബായിൽ നിന്ന് പഠിക്കുകയാണ്. ഇത് പറയുമ്പോൾ ദുബായിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് ദുബായിലെല്ലാം ഓപ്പൺ ആണല്ലോ, ദുബായിൽ കച്ചവടം വീണ്ടും തുടങ്ങിയല്ലോ, ദുബായിൽ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നല്ലോ എന്ന് പറയാനുള്ള കാരണത്തിൽ എത്തിയതിന് പിന്നിൽ വലിയ അധ്വാനമുണ്ട്. നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായും ഒരു സമൂഹമെന്ന രൂപത്തിലും രാഷ്ട്രമെന്ന രൂപത്തിലും പഠിക്കേണ്ട പല കാര്യങ്ങളും ഈ കോവിഡ് കാലഘട്ടത്തിൽ ദുബായ് കാണിച്ചു തന്നു എന്ന് മനസ്സിലാക്കണം. ഇന്നിപ്പോൾ ലോകത്തിന്റെ മുന്നിൽ ഒരു വലിയ റിക്കവറി പാഠശാലയായി നിൽക്കുകയാണ് ദുബായ്. എക്സ്പോ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്നു. ഒക്ടോബർ 1 ആരംഭിക്കാൻ വേണ്ടി മെട്രോ കൂടുതൽ വർദ്ധിപ്പിച്ചു. സ്റ്റേഷനുകൾ
ഹോട്ടലുകളിൽ തിരക്ക് തുടങ്ങി. ആരും വിചാരിച്ചില്ല ഈ ഡിസംബറിൽ ആളുകൾ ഇങ്ങനെ വന്നിറങ്ങും. ലോകത്ത് പല രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് വരിക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ എങ്ങനെയെങ്കിലും യൂറോപ്പിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ട് ദുബായിലേക്ക് വരാം. ദുബായിലാണ് ക്രിസ്മസ്, ദുബായിലാണ് ന്യൂ ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് സജീവമായിരിക്കുന്നു. എന്തിന്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും ദിവസങ്ങളിൽ UK-യിൽ നിന്നും ഒരു സ്ട്രെയിൻ ഇറങ്ങി എല്ലാവരെയും പേടിപ്പിച്ചു. അതിന്റെ ഫലമായിട്ട് ദുബായ് മാർക്കറ്റിലും റെസ്റ്റോറന്റുകളിലും എല്ലായിടത്തും ഒരു ചെറിയ മന്ദത 1-2 ദിവസം അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് ഇന്ന് വ്യാഴാഴ്ച ക്രിസ്മസ് തലേന്ന് എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളും വളരെയധികം സജീവമാവുകയും റെസ്റ്റോറന്റുകളിൽ ഇന്ന് വൈകുന്നേരവും ഇന്ന് ഉച്ചയ്ക്കുമൊക്കെ നല്ല തിരക്ക് എല്ലായിടത്തും അനുഭവപ്പെടുകയും ദുബായ് അങ്ങനെ വീണ്ടും റിക്കവറിയുടെ ശക്തമായ പാഠങ്ങൾ കാണിക്കുകയുമാണ്. ഫ്ലൈറ്റുകൾ ധാരാളം വരുന്നു പോകുന്നു. ടൂറിസം കമ്പനികൾ സജീവമാകുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ ഒമാനിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും ആളുകൾ പോകുന്നത് ഈ അവധിക്കും വാരാന്ത്യങ്ങളിലും. അതൊക്കെ മാറി UAE-ക്ക് അകത്ത് തന്നെ ദുബായിൽ തന്നെ കാണാൻ വേണ്ടി എന്തെല്ലാം കാഴ്ചകൾ, സഫാരികൾ, സർവീസുകൾ, ദോ ക്രൂയിസ്, ഇങ്ങനെയൊക്കെ എന്തെല്ലാം കൗതുകങ്ങൾ. ഏറ്റവും സുരക്ഷിത നഗരം എന്ന് പേര് ലോകം കൊടുത്തിരിക്കുന്നു ദുബായ്ക്ക്. ഇവിടുത്തെ ജീവിതം, തൊഴിൽ, ബിസിനസ്, സുരക്ഷ, നിക്ഷേപം എല്ലാം ഭദ്രമാണ് എന്ന രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ദുബായിയുടെ റിക്കവറി എളുപ്പമാക്കിയിരിക്കുന്നത്. പറഞ്ഞു വരുന്ന കണക്ക് 2021 മറ്റു പല നഗരങ്ങളെയും പോലെയല്ല, ഏറ്റവും കുറഞ്ഞത് 4% കണ്ട് GDP ദുബായിൽ വർദ്ധിക്കും എന്ന സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ ഇലക്ട്രോണിക് രീതിയിലുള്ള ഇടപാടുകൾ, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ, ഗവൺമെന്റ് ജീവനക്കാരുടെ വീട്ടിലിരുന്ന് ജോലി ചെയ്യൂ എന്ന് പറയാവുന്ന സാഹചര്യത്തിൽ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു പ്രദേശമായി ദുബായ് മാറിയിരിക്കുന്നത് കൊണ്ടാണ് യൂണിവേഴ്സിറ്റിയായി ദുബായ് മുന്നിൽ നിൽക്കുന്നത്. 1311 കേസുകളെന്ന്, അതിനപ്പുറം റിക്കവറി 1495. ഇപ്പോൾ ആക്റ്റീവായ രോഗബാധിതരുടെ എണ്ണം കുറയുന്നു എന്നറിയണം. 23,309 മൊത്തം മരണസംഖ്യ 647. വേറൊരു കണക്ക് പറയട്ടെ, 20 മില്യൺ ടെസ്റ്റുകൾ, ആകെ ജനസംഖ്യ 10 മില്യൺ താഴെയാണ്. 20 മില്യൺ ടെസ്റ്റുകൾ ഇതിനകം നടത്തിക്കഴിഞ്ഞ രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇന്നലെയും നടത്തി 1,39,000 ടെസ്റ്റുകൾ. ഒന്ന് WHO കണക്ക് പോയി നോക്കൂ. എത്ര രാജ്യങ്ങൾ ഇന്നലെ 1,39,000 ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടെന്ന്. ഈ ചെറിയ ജനസംഖ്യ വെച്ചിട്ട് ഇത്രയും ടെസ്റ്റുകൾ നടത്താനുള്ള സംവിധാനം, അതിൽ നല്ലൊരു ഭാഗം സൗജന്യമായി നടത്തുന്ന സംവിധാനം, ഇതൊക്കെ എവിടെയുണ്ട്? അതുകൊണ്ടാണ് UAE ഇങ്ങനെ മേൽക്കുമേൽ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. ഓരോ സെക്കൻഡിലുമുള്ള വൈബ്രൻസി, ആ ഒരു ചലിക്കാനുള്ള പ്രവണതയുണ്ടല്ലോ, അത് നമ്മൾ വ്യക്തി ജീവിതത്തിലും കാത്തു സൂക്ഷിക്കണമെന്ന് ദുബായ് നൽകുന്ന, UAE നൽകുന്ന പാഠം കാണിക്കുകയാണ്. ദുബായ് ഷാർജ ബസ് റൂട്ടുകൾ നേരത്തെ നിർത്തിയിരുന്നതെല്ലാം ഡിസംബർ 27 വീണ്ടും തുടങ്ങുകയാണ്. ബർദുബായിൽ നിന്ന് ഷാർജ അൽ ജുബൈൽ ഫിഷ് മാർക്കറ്റിനടുത്തുള്ള ബസ് സ്റ്റേഷനിലേക്ക് ഡബിൾ ഡെക്കർ വരുന്നു. മംസാർ വഴി വരുന്നുണ്ട്. അതുപോലെ മറ്റൊരു സർവീസ് ദേര സിറ്റി സെന്ററിൽ നിന്ന് ആരംഭിക്കുന്നത്, അതും ഷാർജ മത്സ്യ മാർക്കറ്റിന്റെ അടുത്തുള്ള ജുബൈൽ ബസ് സ്റ്റേഷനിൽ എത്തുന്നു. അത് എത്തിഹാദ് വഴിയാണ് വരുന്നത്. ഇനി മംസാർ വഴി തന്നെ പോകുന്ന മറ്റു 2 സർവീസുകളുടെ കാര്യം കൂടി, എത്തിഹാദ് വഴി പൊയ്ക്കൊണ്ടിരുന്നത് മംസാർ വഴിയാക്കിയിട്ടുള്ള മറ്റു 2 സർവീസുകളുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഡിസംബർ 27 മുതൽ. ഈ വിദ്യാഭ്യാസത്തിന്റെയും വിദ്യാലയങ്ങളുടെയും കാര്യത്തിൽ എല്ലാവരും അവകാശപ്പെടുന്ന ഒരുപാട് പളപളപ്പും അലങ്കാരങ്ങളും അഭിമാനപൂരിത നിമിഷങ്ങളുമുണ്ട്. അതിന്റെ എല്ലാം കൂട്ടത്തിൽ മനസ്സാക്ഷി എന്ന ഘടകം കൂടി നിക്ഷേപിച്ചാൽ വിദ്യാലയങ്ങൾ അതിഗംഭീരമായ പരിപാലന കേന്ദ്രങ്ങളായി മാറും. അതിന്റെ ഒരു ഉദാഹരണം സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇക്കാര്യം പറയുന്നതിൽ. നമ്മുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും മക്കൾ ഇപ്പോൾ ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, നിലവിലുള്ള ഫീസ് കൂടുതലാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഒരു പോം വഴി ദുബായ് വാർത്ത അവതരിപ്പിക്കുകയാണ്. ഇതെല്ലാ സാഹചര്യത്തിലും എപ്പോഴും എല്ലാവരുടെ ഭാഗത്തുനിന്നും കിട്ടുന്നതല്ല. ഞങ്ങളൊന്ന് പറയുന്നു, ഒരു സംഘം മലയാളികളും ഇന്ത്യക്കാരും അറബികളും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ഇന്ത്യൻ സ്കൂൾ. ഇപ്പോൾ ദുബായിലെ KHDA എന്ന അതോറിറ്റി എത്രയാണോ ഫീസായിട്ട് ഏറ്റവും കുറഞ്ഞത് നിശ്ചയിച്ചിരിക്കുന്നത്, പല സ്കൂളുകളും അതിനേക്കാൾ കൂടുതൽ ഫീസ് വാങ്ങുന്നു എന്നാണല്ലോ പറയുന്നത്, പരാതി ഉയരുന്നത്. പോയി കെഞ്ചിയിട്ടും പല സ്കൂൾ മാനേജ്മെന്റുകളും വേണ്ടെങ്കിൽ പഠിക്കണമെന്ന് പറഞ്ഞ് പടിയിറക്കിയില്ലേ? അതിന് മറുപടിയായിട്ടാണ് ഞങ്ങൾ ഈ പറയുന്ന സ്കൂൾ KHDA പറയുന്ന ഏറ്റവും കുറഞ്ഞ ഫീസിന്റെ പകുതി കൊടുത്താൽ മതി, ചേർന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട്
വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ക്ഷണിക്കുന്നത്. ഇതിന്റെ മറ്റൊരു കാര്യം, ഈ 50% ഫീസ് കുറവെന്ന് മാത്രമല്ല ഇനി പറയാൻ പോകുന്ന സ്കൂളിന്റെ കാര്യം. ഇന്ത്യൻ മാനേജ്മെന്റ്, അറബ് മാനേജ്മെന്റ് ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നയിക്കുന്ന ഈ സ്കൂൾ യൂറോപ്യൻ അധ്യാപകരാണ് അതിൽ കൂടുതൽ. യൂറോപ്പിന്റെ സംസ്കാരമാണ് വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മേൽക്കൈയാണ് ആ സ്കൂളിന്റെ ഗുണനിലവാരത്തിന്റെ ഏറ്റവും വലിയ സൂചികയായി നിലകൊള്ളുന്നത്. ബിൽവ ഇന്ത്യൻ സ്കൂൾ എന്നാണ് പേര്. ദുബായ് കിസൈസിൽ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്, റീജിയണൽ ഓഫീസ്. അതിന്റെ അടുത്താണ് ഈ സ്കൂൾ സോൺ എന്നറിയപ്പെടുന്ന ഒരുപാട് സ്കൂളുകളുള്ള മേഖല. അവിടെയാണ് ബിൽവ ഇന്ത്യൻ സ്കൂൾ. ഞങ്ങളിത് പറയാൻ കാരണം, ഒരു സാമൂഹിക സുരക്ഷിതത്വ ബോധവും സാമൂഹികമായ പരിവർത്തനത്തിന്റെ വിത്തും ഈ പറഞ്ഞിരിക്കുന്ന ബിൽവ സ്കൂളിലുണ്ട്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് 50% ഫീസ് കുറച്ചു കൊടുക്കാമെന്ന്. ഞങ്ങളുടെ മുന്നിൽ വന്ന ഒരുപാട് പരാതികളും പരിഭവങ്ങളും ആരുടെയും പേരിവിടെ പറയുന്നില്ല. നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന പല കുടുംബങ്ങളും ഫീസ് കൊടുക്കാനില്ലാതെ കുട്ടികൾ ഓൺലൈൻ ക്ലാസുകൾ പഠിക്കാൻ പറ്റാതെ വീട്ടിലിരുന്ന് വിതുമ്പുന്നതിന്റെ ചിത്രം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ബിൽവ സ്കൂളിന്റെ മാനേജ്മെന്റുമായി ഇക്കാര്യം സംസാരിച്ചപ്പോൾ രണ്ട് കൈയും നീട്ടി ഹൃദയം തുറന്നുകൊണ്ട് അവർ പറഞ്ഞു, 50% ഫീസ് KHDA പറയുന്നതിന്റെ പകുതി മതി, ഞങ്ങൾ സ്വീകരിക്കാം കുട്ടികളെ. അത് പ്രീ KG മുതൽ 10ാം ക്ലാസ് വരെ CBSE സിലബസിൽ പോകുന്നു. ഒരു ബ്രിട്ടീഷ് നിലവാരം അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ പോകുന്നു. അതിന് മാത്രമല്ല, നാളെ സ്കൂൾ തുറക്കുന്ന സമയത്ത് വിശാലമായ കളിമുറ്റങ്ങൾ, പ്ലേ ഗ്രൗണ്ടുകൾ, സ്വിമ്മിംഗ് പൂളുകൾ, അങ്ങനെ എല്ലാ സംവിധാനവും ഒരുക്കി. ഈ കൊറോണയൊക്കെ വരുന്നതിന് ഒരു കൊല്ലം മുമ്പേ തന്നെ ബിൽവ എന്ത് ചെയ്തു, ഈ ബുക്ക് ഇൻട്രൊഡക്ഷൻ വഴി കുട്ടികൾക്ക് ഇതിന്റെ ഒരു കൾച്ചർ കൊണ്ടുവന്നു, സ്വന്തമായൊരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നു. എന്നിങ്ങനെ അതിവിശാലമായ രൂപത്തിൽ എല്ലാം നേരത്തെ ഒരുക്കി ഒരു 10-20 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മംസാർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഇന്ത്യൻ മാനേജ്മെന്റ് നയിക്കുന്ന മിസ്റ്റർ നൌഫൽ അഹമ്മദ് എന്ന മലയാളി നയിക്കുന്ന ഈ പ്രസ്ഥാനം അങ്ങനെ ഇപ്പോൾ അതിശക്തമായ രൂപത്തിലേക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ഒരു ആശ്വാസത്തിന്റെ ഫീസ് ഇളവ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഒരു വാട്സപ്പ് നമ്പർ തരാം. നിങ്ങളുടെ കുട്ടികൾക്ക് അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടിയുള്ള അഡ്മിഷൻ ഓപ്പൺ ആണ്. 056-1158-701 1158-701 056-1158-701. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ സ്കൂളുകൾ മനുഷ്യത്വപരമായി ഉന്നത ഗുണനിലവാരം സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നാൽ ദുബായ് വാർത്ത അക്കാര്യം അറിയിക്കാൻ മുന്നിലുണ്ടാകും എന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. UK നിലവാരത്തിൽ ഒരു കാലഘട്ടത്തിൽ UK പോയി പഠിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കുട്ടികളുടെയൊക്കെ ആഗ്രഹം. അതേ നിലവാരത്തിൽ അജ്മാനിൽ വുഡ്ലം പാർക്ക് എന്ന സ്കൂൾ വന്നു. ഇന്നിപ്പോൾ CBSEയുടെ റാങ്കിങ്ങിൽ 1ാം നിരയിൽ 2 വർഷം തുടർച്ചയായി നിൽക്കുന്ന സ്കൂളായി കുറഞ്ഞ ഘട്ടം കൊണ്ട് മാറിയ വുഡ്ലം പാർക്ക് സ്കൂൾ. ആ സ്കൂളിന്റെ മാനേജ്മെന്റ് സിസ്റ്റം തന്നെയാണ് ബിൽവ ഇന്ത്യൻ സ്കൂളിലും കിസേഴ്സിലും പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കൂടി സന്തോഷത്തോടെ അറിയിക്കട്ടെ. കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ, പഠിക്കട്ടെ, ഏറ്റവും കുറഞ്ഞ ഫീസിൽ അവർ പഠിക്കട്ടെ. KHDA പറയുന്ന ഫീസിൽ നിന്ന് കുറയ്ക്കില്ല എന്ന് വാശി പിടിച്ച മാനേജ്മെന്റുകൾ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇക്കാര്യം അധ്യാപകരോടും രക്ഷകർത്താക്കളോടും കുട്ടികളോടും മാനേജ്മെന്റുകളോടും ഒക്കെ പറയുന്നത്. ഇങ്ങനെയും മനുഷ്യത്വമുള്ള മാനേജ്മെന്റുകളുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് ഇത്രയും പ്രാധാന്യത്തിൽ സൂചിപ്പിച്ചത്. ബ്രിട്ടനിൽ വന്ന പുതിയ വൈറസിന്റെ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള പഠനം സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഇടയ്ക്കിടെ, പ്രത്യേകിച്ച് ഒരു വർഷത്തിലൊരിക്കൽ മ്യൂട്ടേഷന് നിർബന്ധമായും വിധേയമാകുമെന്ന് ചരിത്രം, ശാസ്ത്രം പറയുന്നു. വൈറസിന്റെ സ്വഭാവം അങ്ങനെയാണ്. 70% വേഗതയിലാണ് ഈ പുതിയ മ്യൂട്ടേറ്റഡ് സ്ട്രെയിൻ ആളുകളെ കയറി പിടിക്കുന്നത്. 28% കേസുകളും പുതിയ വൈറസിനെ കൊണ്ട് ഉണ്ടായി വന്നതാണെന്ന് പറയുന്നു. ചില മേഖലകളിൽ അത് നവംബർ കഴിഞ്ഞ് ഡിസംബർ ആയപ്പോൾ 60% വർദ്ധിച്ചു ഈ പുതിയ വൈറസിനെ കൊണ്ടുള്ള ആക്രമണം. ഈസ്റ്റ് ഇംഗ്ലണ്ടിൽ വന്നിരിക്കുന്ന 1108 കേസുകളും പുതിയ വൈറസാണെന്ന് പറയുന്നു. ബ്രിട്ടൻ, പിന്നെ ലോകാരോഗ്യ സംഘടന, വിദഗ്ധർ എല്ലാവരും പറയുന്നു ഈ വൈറസിനെ ഭയക്കണം. 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു വൈറസ് ഉണ്ടായത് UK തന്നെയാണ്. മറ്റൊന്ന് സൗത്ത് ആഫ്രിക്കയിൽ. സൗത്ത് ആഫ്രിക്കയിൽ കണ്ടത് പിന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ മറ്റു പല സ്ഥലങ്ങളിൽ പോയിട്ടുള്ളൂ. പക്ഷേ UK കണ്ട ഈ വൈറസ്, UK ഗ്ലോബ്, സ്കൂളിൽ പഠിച്ച ഗ്ലോബ് ഒന്ന് മനസ്സിൽ ആലോചിക്കണം. UK, പിന്നെ അതിർത്തി ഫ്രാൻസ് വരും, ഇപ്പുറത്ത് പല രാജ്യങ്ങൾ ചേർന്ന് കിടപ്പുണ്ട്. ബെൽജിയമുണ്ട്, നെതർലൻഡ്സ് ഉണ്ട്, ഇറ്റലി ഉണ്ട്.
ഇതെല്ലാം അതിനിടയിലായിട്ട് ജിബ്രാൾട്ടർ കടലെടുക്ക് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച അതെല്ലാം കടന്ന് ഈ വൈറസ് UK നിന്ന് ഉത്ഭവിച്ചത് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ അറബിക്കടലിൽ ബംഗാൾ കടലിൽ ഒന്നും ടച്ച് ചെയ്യാതെ കണ്ട് നേരെ അതും കടന്ന് കുറച്ചുകൂടി താഴേക്ക് പോയി ഓസ്ട്രേലിയയിൽ വരെ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ വൈറസിനെ ചെറുതായി കാണരുത് എന്ന് പറയാനാണ് ദുബായ് വാർത്ത ആഗ്രഹിക്കുന്നത്. പലരും ചോദിച്ചിട്ടുണ്ട്, ഒരു മ്യൂട്ടേറ്റഡ് വൈറസ് വന്നപ്പോൾ എന്തിനാണ് ഇത്ര പ്രാധാന്യത്തിൽ പറഞ്ഞ് പേടിപ്പിക്കുന്നതെന്ന്. ശാസ്ത്ര സത്യം പറയുമ്പോൾ അതിനെ പേടിയായിട്ട് ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. അടുത്ത തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ഒരു വൈറസ് വന്ന് മാറാം. ഈ വൈറസ് നമ്മുടെ ശരീരകോശങ്ങളിൽ അള്ളിപ്പിടിക്കുന്നത് നേരത്തെ കണ്ട വൈറസിനേക്കാൾ വേഗതയിലാണ് എന്ന് അറിഞ്ഞിരിക്കുകയെങ്കിലും വേണം. നാളെ അത് ബാധിക്കാതിരിക്കാൻ ഒരു ബോധവൽക്കരണം അനിവാര്യമാണ്. ദുബായ് രാജകുമാരൻ, ദുബായിയുടെ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ, അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ട്രെഡ്മില്ലിൽ രണ്ടുപേരും ഓടുകയാണ്. അതൊരു ട്രെഡ്മിൽ ചലഞ്ചാണ്. ഞായറാഴ്ച നടക്കുന്ന ഒരു സമ്മേളനത്തിൽ റൊണാൾഡോ സംസാരിക്കുന്നുണ്ട്. ഒരു സ്പീക്കറായിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. ഇന്ന് സൗദിയിൽ 11 മരണം, UAEയിൽ 2 പേർ മരിച്ചു, കുവൈറ്റിൽ 2 പേർ, ഖത്തറിലും ഒമാനിലും മരണമില്ല. മാത്രമല്ല ഒമാനിൽ 2ാമത്തെ ദിവസമാണ് മരണം രേഖപ്പെടുത്താത്തത്. മാത്രമല്ല 100-ൽ താഴെയായിട്ട് ഇപ്പോൾ 54 കേസ് കുറഞ്ഞിട്ടുണ്ട്. ഒമാൻ ഭദ്രമായ ഇടത്തിലേക്ക് പോവുകയാണ് എന്ന് നിസ്സംശയം പറയാം. ഇന്ത്യയിൽ 1,1,43,000 കേസുകൾ, 1,47,000 മരണം സംഭവിച്ചിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ 22 മരണം ഇപ്പോഴുമുണ്ട്. 5000-ൽ പരം രോഗബാധ ഇന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഏതായാലും നമ്മുടെ മുന്നിൽ ആശ്വാസത്തിന്റെ ഒരുപാട് കണികകൾ നിൽക്കുകയാണ്. അതിനിടയിൽ കടന്നു വരുന്ന അശുഭാപ്തി വിശ്വാസത്തിന്റെ വൈറസുകളെ തട്ടിയെറിഞ്ഞുകൊണ്ട് 2021 സജീവമായി സ്വീകരിക്കാൻ പറ്റിയ നിശ്ചയദാർഢ്യത്തോടു കൂടിയ ഒരു രാത്രിയായി ഈ ഡിസംബർ 24 രാത്രി, ക്രിസ്മസ് തലേന്ന് ആഹ്ലാദത്തിന്റെ പൂത്തിരിയായി മാറട്ടെ, സമാധാനത്തിന്റെ നെയ്ത്തിരിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹ പ്രകടനങ്ങളോടെ 322-ാം എപ്പിസോഡിൽ നിൽക്കുന്ന ദുബായ് വാർത്ത നെറ്റ് അപ്ഡേറ്റ്സ് ലൈവ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നന്ദി.